പേഷ്യന്റിനെ കണ്ടോ? ഈ അപ്പൂപ്പനെ പരിചയപ്പെട്ടപ്പോഴാട്ടോ എന്റെ അമ്മ കുറേ മുന്നേ എനിക്ക് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. 6 വയസ്സും 60 വയസ്സും ഒരുപോലാണെന്ന്. എന്താന്ന് വെച്ചാ ആളെ വായിൽ കൈ വെക്കുമ്പോഴേ ആൾ കരയും. അത് വേദന ആയിട്ടൊന്നല്ലേ, ആൾക്കും കുഞ്ഞു കുട്ടികളെ പോലെ പേടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പേഷ്യന്റ് ഒക്കെ വന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഡെക്കറേഷൻ വർക്കിലേക്ക് കയറിട്ടോ. ഇത് ശരിക്കും ഇന്നെടുത്ത വീഡിയോ അല്ല കേട്ടോ. എന്ത് ചെയ്യാനാ, ഇതിനുള്ള സാഹചര്യം ഇപ്പോഴാട്ടോ ഒത്തു വന്നത്. അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ പോവായിരുന്നേ. ഇത് ചുമ്മാ ഒരു സെലിബ്രേഷൻ മാത്രല്ല കേട്ടോ, കൂടെ കോമ്പറ്റീഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസം നല്ല പണി ഉണ്ടായിരുന്നു. എന്നാലും ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പണിയാണ്. എന്നാലും ചില നേരം ഒരു ബോറടി ഒക്കെ ഉണ്ടാവേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് റീറ്റൈനർ ഇടാനാണ്. എന്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു റീറ്റൈനർ ഇട്ടെന്ന്. ഇതിന്റെ വീഡിയോ ഞാൻ എടുത്തതാ, പക്ഷെ സേവ് ആക്കാൻ മറന്നു. പിന്നെ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് വേഗം അടുത്ത പണിയിലേക്ക് കിടന്നിട്ടോ. ഈ ഒരു പണി കിട്ടിയപ്പോഴാണ് ശരിക്കും പണി കിട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താന്ന് പറഞ്ഞ ഒരു മാൻ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചാടി കയറി ഓക്കെ എന്ന് പറഞ്ഞു. എന്നല്ലേ മനസ്സിലായത് ഞാൻ പിടിച്ചത് മാന്റെ വാലല്ല പുലിന്റെ വാലാണ്. അതെന്താന്ന് പറയുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ ഫുള്ളും ഞാൻ അതിനെ കുറിച്ചിട്ടാണ് പറയണേ. മാൻ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ സോ സില്ലി എന്ന് പറഞ്ഞ് ചാടി കയറി വീണെങ്കിലും പിന്നെ അന്ന് മനസ്സിലായത് അത് എത്രത്തോളം പാടാന്ന്. റെഫറൻസ് വീഡിയോയിൽ വെറും 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കൂല ഇത്രയും നേരം എടുക്കും ഇതൊക്കെ ഉണ്ടാക്കി കഴിയണം. പിന്നെ കുറച്ച് നേരം വർക്കൊക്കെ എടുത്ത് പിന്നെ ഇതുപോലെ കുറച്ച് ഉടായ്പൊക്കെ കളിച്ച് വേഗം പണിയൊക്കെ നിർത്തി ഹോസ്റ്റലിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ഇതിന്റെ അടുത്ത വീഡിയോ വേഗം തന്നെ ഇടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരി, ബൈ. ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബ്